മുടിയാ ഏയ് എന്താ മുടി വേറാ മുടി തന്നെ ചേട്ടൻ റൂമിൽ വിളി ആ എന്താ ഡേയ് ഓ ഒരു കാര്യം പറയാൻ വിളിച്ചതേ പറഞ്ഞോ. നിനക്കിട്ട ശമ്പളം ഒന്നേ ഇനിയിപ്പോൾ വീട്ടിൽ തരണ്ട ഇതുപോലെ ദൂരത്തടിച്ച് കളയല്ലേ സേവ് ചെയ്യണം നാളെ കാലത്ത് നിനക്ക് പ്രയോജനപ്പെടും. പിന്നെ ഇപ്പം കിട്ടുന്ന ജോലിക്കാർ നല്ല ജോലിക്ക് വേണ്ടി തേടണം കേട്ടാ. പറയുന്നില്ല ആരൊക്കെ പിന്നെ ഗവൺമെൻറ് ജോലി കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. നീ ലക്ഷ്യം PSC ടെസ്റ്റ് എഴുതുന്നല്ലോ. അച്ഛ എന്തോന്ന് വെച്ചാ ഇതിപ്പോ ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണോ? അത് കാലം മാറിച്ചാ ഇപ്പോഴൊന്നും അങ്ങനെ അല്ല. അതല്ലടാ ഒന്നും സ്റ്റേൺ ആവണില്ല. മകള് പറഞ്ഞ കാര്യം ആലോചിച്ചപ്പോഴത്തേക്കും ടെൻഷനായല്ലേ? ഇല്ലാതില്ല. പിന്നെ പിള്ളേർക്ക് വസ്തു കിടപ്പുണ്ടല്ലോ, പക്ഷെ പേരിലല്ല. അച്ഛൻ ഇത് പറയാനാണ് ഇങ്ങോട്ട് വിളിച്ചത്. ഒരു കണക്കിന് പറഞ്ഞാ നിങ്ങൾ തലയെടുത്ത് പറഞ്ഞാൽ അറിഞ്ഞിട്ടേ. ചാച്ചൻ വിടച്ചാ ലച്ചേച്ചി പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞ് നമുക്ക് ഇനിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് നോക്കിയാൽ പോരെ. മക്കളെ ശിവയുടെ കാര്യങ്ങളും നോക്കിക്കോണേ. ഇരുന്ന ഇരിപ്പിനെങ്ങാനും പോയാ പിന്നെ ആലോചിക്കാൻ കൂടെ വയ്യ. എന്തോന്ന് വാലി പറയണത്? അച്ഛൻ എന്ത് വർത്താനാണ് പറയണത്? അച്ഛാ കേൾക്കുന്നുണ്ടോ? ആ കഴിച്ചു അച്ഛാ? ആ ഞാൻ കഴിച്ചു. ആ ഞാൻ വരാട്ടോ അങ്ങോട്ട്. ഞാൻ അടുത്ത ആഴ്ച എത്താം. സിദ്ധു വിളിച്ചല്ലോ, ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല അമ്മേനെ വിളിക്കാൻ പറ്റിയില്ല, അമ്മേനെ ഒന്ന് വിളിക്കണം. അച്ഛാ സമയത്തിന് മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. ഓക്കെ. അയ്യോ കട്ടിയില്ലേ. അച്ഛനിപ്പോൾ നടക്കാനൊക്കെ പോകുന്നുണ്ടോ? ആ മടി പിടിച്ച് വീട്ടിലിരിക്കരുത്, നടക്കാനൊക്കെ പോകണം കേട്ടോ. ശരി അച്ഛാ. ഓക്കെ. കുറേ നാളായാലും അങ്ങോട്ടൊക്കെ പോയിട്ട്, അപ്പോൾ കാണാത്തോണ്ട് വിളിച്ചതാ. പിന്നെ അച്ഛാ സിദ്ധുവിൻ്റെ അച്ഛന് പെൻഷനൊക്കെ മേടിക്കാൻ പോവല്ലോ, അപ്പോൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് ഐസ്ക്രീമോ ബിരിയാണിയോ ഒക്കെ മേടിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് ഇപ്പം ഇന്നിപ്പോൾ എത്രയാ ഡേറ്റ്? ഇന്ന് 26 ആ പെൻഷൻ മേടിക്കാൻ സമയമായല്ലോ. എന്തായാലും പെൻഷൻ മേടിക്കണ അന്ന് ഞാൻ ആ വീട്ടിലുണ്ടാവണം. അച്ഛനിപ്പോ എനിക്കൊന്നും മേടിച്ചു തരാറില്ലല്ലോ. അയ്യോ ഞാൻ കമ്പയർ ചെയ്തതല്ല, ഞാൻ പറഞ്ഞു. അല്ല അത് സംഭവം ശരിയാണ്. നമ്മളിപ്പോ കുഴപ്പത്ത് നമ്മൾ പോയിട്ട് കൊറേ ആയി. അല്ലാതെ അമ്മയച്ഛനാണ് എന്തായാലും പോകണ്ട. പിന്നെ അമ്മ ഫുൾ ബിസി ആണല്ലോ. നമ്മളിന്ന് ചെല്ലണമെന്നൊന്ന് പറഞ്ഞു നോക്ക്. അവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നെ വെജായി നോൺ വെജായി ഫുഡിന്റെ ഒക്കെ അങ്ങ് അഭിഷേകമായിരിക്കും അവിടെ. പക്ഷെ നമ്മുടെ വീട്ടിലോട്ട് അവര് വരണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ടെൻഷൻ, അച്ഛന് സൈറ്റിൽ എന്നുമില്ലാത്തൊരു തിരക്ക്, അമ്മയ്ക്ക് ലീവ് എടുക്കണം. ഞാൻ വീണ്ടും ഇപ്പൊ അങ്ങോട്ട് തന്നെ പോയല്ല. ഇന്ന് എന്റെ നാക്ക് ചതിക്കും ഉറപ്പാണ്. ഞാനേ അവിടുത്തെ അമ്മേനെ ഒന്ന് വിളിച്ചിട്ട് വരാട്ടാ. സത്യം പറയാൻ എനിക്ക് അസുഖം കേട്ടാ. അല്ല നമ്മളാണോ അവരാണോ ഇവിടെ യഥാർത്ഥ തന്തയെന്നുള്ളത്? ഇതിപ്പോ അവളുടെ അച്ഛനമ്മയും നമ്മളായാലും അവരായാലും എന്താ, അവള് സന്തോഷത്തോടെയാണല്ലോ ഇരിക്കണത്. നമുക്കതല്ലേ വേണ്ടത്. അവളിപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഞാൻ അവളെ തിരിച്ചൊന്നും പറയാനൊന്നും പോകില്ല. അവള് സന്തോഷത്തോടെ ഇരുന്നിട്ടാണല്ലോ എന്നെ ചീത്ത പറയണത്. അത്രേ ഉള്ളൂ. അതിലാണ് എൻ്റെ സന്തോഷം. നേരത്തെ ബാലു പറഞ്ഞ പോലെ ഇരുന്നിരിപ്പിൽ ഇനിയിപ്പോൾ മോളിലേക്ക് പോകേണ്ടി വന്നാലും ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മോള് സന്തോഷത്തോടെയല്ലേ ഇരിക്കണേ. ആ ഒരു സന്തോഷത്തോടെ ഞാനും അങ്ങ് പോകും. പോയേ നീ ഇനിയും കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങും ഓരോരുത്തരെ പറ്റി. അല്ല തലയെടുക്കുമ്പോഴേ തള്ളേരെയും തന്തേരും നെഞ്ചിക്കരുത് പൊങ്കലേട് ആണല്ലോ ഇപ്പോഴത്തെ രീതി. പോട്. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി കേട്ടോ.